നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് എല്ലാ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആർത്രൈറ്റിസുള്ള രോഗികൾ ജനറലി ബാക്കിയുള്ള മാനിഫെസ്റ്റേഷൻ ഇപ്പം ജോയിൻസ് ആണെങ്കിലും സ്കിന്നാണെങ്കിലും കണ്ണാണെങ്കിലും എല്ലാം വിസിബിളാണ്. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞ് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വേദന ആയതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. വേദന ഉണ്ടെങ്കിൽ അസുഖം കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് വേദന വരുമ്പോൾ നമുക്ക് സിംറ്റം കാണും. സിംറ്റം ഉള്ളപ്പോൾ നമുക്ക് ഗുണമില്ല, നമുക്ക് ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു ഡിസീസ് എപ്പോഴും വരുന്നത് കുറച്ച് ഇൻവിസിബിളാണ്. അതായത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സിംറ്റം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ ആദ്യം ഇഗ്നോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയും. ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ലങ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും SLE ആണെങ്കിലും സ്ക്ലിറോഡർമ ആണെങ്കിലും ഇങ്ങനത്തെ ഡിസീസിലെല്ലാം തന്നെ ഒരു നല്ല പ്രൊപ്പോർഷൻ ഓഫ് ആളുകൾക്ക്, അതായത് സ്ക്ലിറോഡർമയുടെ 60-70% ആളുകൾക്ക് ലങ്സിനെ അത് ബാധിക്കും. അതേസമയം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവരാണെങ്കിൽ ഒരു 15-20% ആളുകൾക്ക് ഈ ലങ്സിനെ ബാധിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്. ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ലങ്സിലുണ്ടാകുന്ന ഒരു ചുരുക്കം എന്ന് വിചാരിക്കാം. ലങ്സ് കട്ടി പിടിക്കുന്ന ലങ്സിൽ സ്കാർ വരുന്നു എന്ന് പറയും. ലങ്സിൽ സ്കാർ വരുമ്പോൾ എന്ത് പറ്റും? ലങ്സിൽ നമ്മുടെ ലങ്സിൻ്റെ ഫംഗ്ഷൻ എന്താ? നമ്മുടെ പുറത്തെ ഓക്സിജൻ എടുത്ത് ബ്ലഡിൽ എത്തിക്കുക എന്നുള്ളതാണ് ലങ്സിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ലങ്സിൻ്റെ ഫംഗ്ഷൻ കുറയുമ്പോൾ എന്ത് പറ്റും? ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ ശ്വാസം മുട്ടൽ തുടങ്ങും. അപ്പോൾ നമുക്കറിയാം ലങ്സിൻ്റെ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. 3 ലിറ്റർ 4 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത്രയും കപ്പാസിറ്റി ലങ്സിൽ പലപ്പോഴും ഒരു നല്ല ശതമാനം കുറയുന്നവരെ വന്നാലും നമുക്ക് ശ്വാസം മുട്ടില്ല. അപ്പോൾ ശ്വാസം മുട്ടൽ വരുന്നത് വളരെ ലേറ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻവിസിബിൾ ഡിസീസാണ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, അപ്പം വാതരോഗികൾക്ക് ചില ഏർലി സിംറ്റംസ് ഉണ്ട്. അതുണ്ടെങ്കിൽ ഇവർക്ക് ഈ ലങ്സിനെ ബാധിച്ചു നമ്മൾ സസ്പെക്ട് ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുത്തിയുള്ള ചുമയാണ്, വരണ്ട ചുമ. ഈ വരണ്ട ചുമ വരുമ്പോൾ നമ്മൾ വിചാരിക്കും വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് വരണ്ട ചുമ വരുന്നതെന്നുള്ളതാണ്. എല്ലാവരും നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ. പലപ്പോഴും വിചാരിക്കും ഇൻഫെക്ഷൻ വന്നതല്ലേ, ചെറിയ ചുമയൊക്കെ കാണും, ആളുകളിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും, വരണ്ട ചുമയാണ്, കഫമൊന്നും വരത്തില്ല. അങ്ങനെ കുറച്ച് ദിവസം പോകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത മാസം വീണ്ടും ചുമ വന്നു. അങ്ങനെ വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ കുത്തിയുള്ള ചുമ, അതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം. അത് കുറേ നാൾ പോയി കഴിയുമ്പോൾ ലങ്സിൽ കുറച്ച് ഫൈബ്രോസിസ് വന്നു കഴിയുമ്പോൾ, അതായത് ലങ്സ് ചുരുങ്ങി തുടങ്ങി കഴിയുമ്പോൾ പിന്നെ പടി കയറുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടൽ വരാമല്ല, ക്ഷീണം. പണ്ട് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഞാൻ ഇപ്പോൾ കിതയ്ക്കുന്നു. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലക്ഷണം. പലപ്പോഴും ആർത്രൈറ്റിസ് രോഗികൾക്ക് നമുക്കറിയാം വളരെ പെട്ടെന്ന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ഇത് ഡിറ്റക്ട് ചെയ്യുന്ന സമയം വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. കാരണം അവർ പെട്ടെന്ന് നടന്നാലേ ശ്വാസം മുട്ടൽ വരത്തുള്ളൂ, അവർ പെട്ടെന്ന് നടക്കത്തില്ല. അത് കഴിഞ്ഞ് നല്ലൊരു ലങ് റിസർവ് വന്ന് കുറഞ്ഞു കഴിയുമ്പോൾ, അതായത് ഈ 3 ലിറ്റർ 4 ലിറ്ററുള്ള ലങ് വോളിയം കുറഞ്ഞ് 1 ലിറ്ററോ 2 ലിറ്ററോ ഒക്കെ ആകുമ്പോഴായിരിക്കും ഇവർക്ക് അവർ നടക്കുന്ന സ്പീഡിൽ തന്നെ ശ്വാസം മുട്ടൽ വന്നു തുടങ്ങും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ലങ്സിനെ ബാധിച്ചോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, അതുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്യണം. ചില മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ലങ്സിൻ്റെ ചുരുക്കം കൂടിക്കൊണ്ടിരിക്കും. അതായത് 4 ലിറ്റർ ഉള്ളത് ഒരു 3 ലിറ്ററൊക്കെ ആകുമ്പോൾ ചിലപ്പം പതുക്കെ നമുക്ക് ചെറിയ ചുമയൊക്കെ വന്നു തുടങ്ങും. ചുമ വന്നു തുടങ്ങി പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യും. ചെറിയ ചുമയൊക്കെ എല്ലാവരും കാണുമല്ലോ എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് ഒരു 2 ലിറ്റർ പതുക്കെ വീണ്ടും നമ്മൾ ട്രീറ്റ് ചെയ്ത് എന്ത് പറ്റും? ഈ ലങ്സിൻ്റെ വോളിയം ചുരുങ്ങി വരും. ലങ്സ് ചുരുങ്ങി വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ചുമ കൂടുക മാത്രമല്ല, നമുക്ക് ശ്വാസം മുട്ടൽ വന്നു തുടങ്ങും. എസ്പെഷ്യലി പടി കയറുമ്പോഴൊക്കെ ശ്വാസം മുട്ടൽ വന്നു തുടങ്ങും. അങ്ങനെയുള്ളവർക്ക് നമ്മളെപ്പോഴും എന്ത് ചെയ്ത് നോക്കും? PFT ടെസ്റ്റ് ചെയ്ത് നോക്കും. PFT പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, ഊതു പരിശോധന എന്ന് പറയും. നന്നായിട്ട് ഒരു മെഷീൻ എടുത്ത് ഊതി കഴിയുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ വോളിയം എങ്ങനെയുണ്ട്, ലങ്സിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയുണ്ട് നമുക്ക് മനസ്സിലാകും. അതും എക്സ്റേ എടുത്ത് ചിലർക്ക് എടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മനസ്സിലാകും. അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് അതിൽ FVC എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. അതായത് 70% താഴെയാണെങ്കിൽ, അല്ല 80% താഴെയാണെങ്കിൽ, 70 കുറച്ചുകൂടി കൂടുതലാണ്, 80% താഴെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? CT എടുത്ത് നോക്കണം. CT എടുത്തിട്ട് ലങ്സിൽ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഉണ്ടോ എന്ന് നോക്കണം. ആ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഉണ്ട്, അത് ലങ്സിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്യണം. ഇത് റെയർ അല്ല കേട്ടോ. ഒരു 15 പല അസുഖങ്ങൾ, സ്ക്ലിറോഡർമ ഞാൻ നേരത്തെ പറഞ്ഞ 60% ആൾക്ക് ഇത് ബാധിക്കുന്നു. റുമറ്റോയിഡ് ആമവാദം ഉള്ളവർക്കാണ് 20% ആളുകൾക്ക് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഉണ്ടാകാം. അപ്പോൾ CT എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പിക്ചർ കിട്ടും, എത്രമാത്രം ലങ്സിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. അത് വെച്ച് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ പറഞ്ഞത് സാരാംശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വിട്ടുള്ള ചുമയുണ്ട്, അല്ലെങ്കിൽ നടക്കുമ്പോൾ ശ്വാസം മുട്ടലുണ്ട്, ചെറിയ കിതപ്പൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യുക. ഒരു PFT പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ ചിലവ് കുറഞ്ഞൊരു പരിശോധനയാണിത്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. അത് ചെയ്ത് നോക്കിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് മനസ്സിലാകും? നമുക്ക് ലങ്സിൻ്റെ ചുരുക്കം എത്രയുണ്ടെന്ന്, നമുക്ക് ചുരുക്കമുണ്ടോ എന്ന് മനസ്സിലാകും. ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്യാൻ സാധിക്കും.